ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രെഡും പഴവും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പാട് നല്ല പോലെ തന്നെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ പാല് ചേർക്കുമ്പോൾ കൂടുതലായി പോവരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളമാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലൂസായി പോവരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആ ബ്രൗൺ പോർഷനൊക്കെ ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വൈറ്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഓരോരോ ബ്രെഡും ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് അധികം തന്നെ ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡും പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം.